കളത്രം ഭാഗം 55. തുളസിയും വിശാലിന്റെ അമ്മയും സംസാരിച്ചിരിക്കുമ്പോൾ വിശാൽ സത്യക്കരികിൽ വന്നിരുന്നു. വിശാൽ ചിരിയോടെ നോക്കുന്നത് കണ്ടിട്ട് സത്യ എന്തെന്ന ചോദ്യത്തോടെ നോക്കി. ഈ പാടുകൾ നിന്റെ ബന്ധങ്ങളുടെ ആഴം കാണിച്ചു തരുമെന്നൊരു തോന്നൽ. എന്താ? ഒന്നുമില്ല. മുഖത്തോ ശരീരത്തിലോ ഉണ്ടാകുന്ന ഒരു പാടിന് ആത്മാർത്ഥമായ ബന്ധങ്ങളെ ഉലയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതാണ്. ആ വാക്കിലൂടെ അവൾ ആശ്വാസം കണ്ടെത്തിയത് അവളുടെയും സൂരജിന്റെയും ബന്ധത്തിലാണ്. പക്ഷേ വിശാൽ പറഞ്ഞത് അവന്റെ മനസ്സായിരുന്നു. അവൾ വിരൂപയായി മാറിയാലും തന്റെ സ്നേഹത്തിൽ യാതൊരു കാപട്യവുമില്ലെന്ന സത്യം തുറന്നു പറയാൻ അവൻ വ്യംഗ്യമായി പറയാൻ ശ്രമിച്ചത് അവളോ തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിയപ്പെടാതെ പോകുന്ന പ്രണയം അനുവാദം തേടി മുന്നിലെത്തുന്ന കാലം വരെ സുരക്ഷിതമായി ഇരിക്കട്ടെ എന്ന് കാലം കരുതിയിട്ടുണ്ടാകും. തന്റെ ക്ലാസ്സൊക്കെ കുറെ മിസ്സായി കാണുമല്ലോ. ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ ടീച്ചേഴ്സും. താൻ പഠനത്തിൽ തന്നെ ശ്രദ്ധിക്ക്, അതാണ് ഫസ്റ്റ്. തന്റെ തുളസിയമ്മയ്ക്ക് ഒത്തിരി പ്രതീക്ഷകളുണ്ട്. തീർത്ഥം ഡാൻസ് സ്കൂളിന്റെ തലപ്പത്തിരിക്കേണ്ടത് താൻ തന്നെയാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. കുറെ അധികം കാര്യങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ അവൻ അവളോടുള്ള തന്റെ താല്പര്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. തന്റെയും സൂരജേട്ടന്റെയും ബന്ധത്തെക്കുറിച്ച് അറിയാവുന്ന വിശാലിനോട് അത് തുറന്നു സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് സത്യക്ക് തോന്നിയതുമില്ല. വിവേക്, രക്ഷിത്, വിശാൽ ഈ 3 പുരുഷന്മാരുമായി സത്യ സംസാരിക്കുന്ന ചിത്രങ്ങൾ തന്റെ ഏട്ടന്റെ ഫോണിലേക്ക് അയച്ചുകൊണ്ട് സുരഭി നിശബ്ദ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. പ്രത്യക്ഷത്തിൽ ഇനി പ്രതികരിച്ചാൽ തുളസി തന്നെ വെറുതെ വിടില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. സുരഭിയിലെ പകയ്ക്ക് പിന്നിൽ താനാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ തുളസി കരുതലോടെയാണ് നീങ്ങിയത്. കൃഷ്ണവേണിയുടെ അച്ഛന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് ഗൾഫിൽ നിന്ന് വിട്ടുപോന്നത്. അതുകൊണ്ട് തന്നെ സ്പോൺസറായിട്ടുള്ള അറബിക്ക് അയാളോട് പ്രത്യേക ഇഷ്ടവും ഉണ്ടായിരുന്നു. അദ്ദേഹം വഴിയാണ് മകൾക്ക് വേണ്ടി സൂരജിന്റെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. ഒടുവിൽ ഒരാഴ്ചയ്ക്ക് ശേഷം കമ്പനി ഇടപെട്ട് ജയിൽ മോചിതനായ സൂരജിനെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തിരുന്നു. ഒപ്പം ബാനു. ഇനി ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയും ജോലി ചെയ്യാൻ കഴിയില്ലെന്ന നിരാശ പേറി സൂരജ് ഫോൺ കയ്യിലെടുക്കുമ്പോൾ കണ്ടത് സുരഭി അയച്ച ചിത്രങ്ങളും മെസ്സേജുകളും. താൻ ജയിലിൽ കിടന്നപ്പോൾ സത്യ കാമുകന്മാർക്കൊപ്പം ഉല്ലസിക്കുകയായിരുന്നുവെന്ന് ചിന്തിച്ചുകൊണ്ട് പിന്നിലേക്ക് നോക്കാതെ തന്നെ മൊത്തത്തിൽ ഭ്രാന്ത് പിടിച്ചു നിന്നവന്റെ കോൾ ആദ്യം ചെന്നത് വീട്ടിലെ ലാൻഡ് ഫോണിലേക്കാണ്. എന്താടി, ഷെഡ്യൂൾ ചെയ്ത് വെച്ചാണ് നീ ഓരോരുത്തരുടെയും ഒപ്പം നിൽക്കുന്നത്? ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അവന്റെ ശബ്ദം കേട്ടുണ്ടായ സന്തോഷം പളുങ്കുപാത്രം വീണുളഞ്ഞ പോലെ അവളെ മുറിവേൽപ്പിച്ചു. നാക്കം ഇറങ്ങിപ്പോയോ നിന്റെ? വിവേകവന്റെ മക്കളെയും കൊണ്ട് അവിടെ സ്ഥിരമായപ്പോൾ മറ്റവന്മാരും കൂടിയോ? അവന് ഗ്രൂപ്പിനോടാണ് താല്പര്യമെന്ന് മുൻപേ എനിക്ക് തോന്നിയതാണ്. ഒടുവിൽ പിടിക്കപ്പെട്ടപ്പോൾ ഭാര്യയുടെ മണ്ടയിലടിച്ച് അവൻ ഉത്തമ പുരുഷനായില്ലേ? തന്റെ ജീവിതം നശിച്ചു പോയെന്ന ദേഷ്യവും വിവേകന്റെ ജീവിതത്തിൽ അപമാനം വന്നിട്ടും തല ഉയർത്തി നിൽക്കുന്ന ദേഷ്യവും ഒക്കെ അവന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു. തന്റെ വാക്കുകളെ അനുസരിക്കാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന സത്യയെ അവൻ പൂർണ്ണമായും വെറുത്തു. അവളെ കുത്തി നോവിച്ചുകൊണ്ട് ഓരോന്ന് വിളിച്ചു പോകുമ്പോൾ അവൾക്ക് പൊള്ളലേറ്റ കാര്യങ്ങൾ അവൻ അറിഞ്ഞിരുന്നില്ല. സുരഭിയെടുത്ത ചിത്രങ്ങളിൽ അതത്ര വ്യക്തവുമല്ലായിരുന്നു. പൊള്ളലിന്റെ കാര്യങ്ങൾ അവന് വോയിസ് ഇട്ടെങ്കിലും അവൾ തന്നെ അത് ഡിലീറ്റ് ചെയ്തതിനാൽ അവൻ അതൊന്നും അറിഞ്ഞതുമില്ല. കുറച്ചു നാളുകൾക്ക് ശേഷം അവന്റെ വിളി തേടിയെത്തിയപ്പോൾ സത്യയിൽ സന്തോഷം നിറഞ്ഞു നിന്നു. പിണക്കം മുന്നേ ഉള്ളതുകൊണ്ട് അവന്റെ സംസാരത്തിലെ കുത്തുവാക്കുകൾ കാര്യമാക്കിയില്ല. തന്റെ പൊള്ളലിന്റെ കാര്യങ്ങളൊന്നും ചോദിക്കാതെ ചീത്ത പറഞ്ഞിട്ട് ഫോൺ വെച്ചല്ലോ എന്നോർത്ത് വിഷമിക്കുമ്പോൾ ഇവിടെ നടക്കുന്നതൊക്കെ സുരഭി പല വിധത്തിൽ പറഞ്ഞു കൊടുത്തതിന്റെ നീരസമായി മാത്രമേ അവൾ കണ്ടിരുന്നുള്ളൂ. അവന്റെ ദേഷ്യം മുഴുവൻ സഹിച്ച് ഫോൺ കട്ടാക്കിയെന്ന് ഉറപ്പുവരുത്തിയാണ് അവൾ മുറിയിലേക്ക് പോയത്. കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോൾ അവൾ കണ്ണാടിയിലേക്ക് നോക്കി. സൂരജേട്ടൻ എന്നെ ഫോണിൽ വിളിച്ച് കിട്ടാത്തതിന്റെ ദേഷ്യമാണ്. എന്റെ ഈ കോലം കണ്ടാൽ ഉറപ്പായും ആ ചങ്ക പിടയും. എത്ര ദേഷ്യം കാണിച്ചാലും ആ ഹൃദയത്തിൽ ഞാനല്ലേ ഉള്ളൂ. എന്നോടല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കാൻ കഴിയൂ? എനിക്കറിയാം സുരഭി ചേച്ചി ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ ദേഷ്യമെന്ന്. എന്റെ അവസ്ഥ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ആവില്ല സംസാരിക്കുക. ഇനിയാണ് സൂരജേട്ടന് എന്നോട് എത്ര സ്നേഹമുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കാൻ പോകുന്നത്. ആർക്കും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിശ്വാസമില്ല. പെട്ടെന്നുള്ള ദേഷ്യവും അധികാരഭാവവും ഒക്കെയാണ് കാരണം. ഒരാളുടെ സ്നേഹത്തെ അവരുടെ ദോഷവശങ്ങൾ മാത്രം നോക്കി അളക്കാൻ കഴിയില്ലല്ലോ. സ്നേഹമെന്നാൽ കുറ്റങ്ങളെയും കുറവിനെയും കൂടി സ്നേഹിക്കാനും അംഗീകരിക്കാനും കഴിയുന്നതല്ലേ? സ്വയം ആശ്വസിപ്പിക്കാൻ കണ്ണാടിയിൽ നോക്കി ഓരോന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി തന്റെ പുതിയ ഫോണിൽ നിന്ന് അവൾ അവന് മെസ്സേജ് ഇട്ടു. ഇതുവരെ നടന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു നീണ്ട വോയിസ്.
അതിനേതാണ്ട് 15 മിനിറ്റോളം ദൈർഘ്യമുണ്ടായിരുന്നു. ഒരിക്കലും സുരഭിയുടെ പേര് അവൾ എവിടെയും വലിച്ചിഴച്ചില്ല. തന്റെ ശരീരത്തിലെ പൊള്ളൽപ്പാടുകൾ ഉൾപ്പെടെ ഫോട്ടോ എടുത്ത് അവന് വാട്സപ്പ് ചെയ്തിട്ടു. പക്ഷേ അവന്റെ മറുപടിയൊന്നും അവളെ തേടിയെത്തിയില്ല. എന്നാൽ അവനെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തു. ആ നിമിഷം അവൾക്ക് ഹൃദയത്തിൽ ഇതുവരെ ഇല്ലാത്ത ഭാരം തോന്നി. തന്റെ മെസ്സേജുകൾ ചെല്ലുമ്പോൾ ആ നിമിഷം അവൻ വീഡിയോ കോൾ ചെയ്യുമെന്നും ആദിയോടെ തന്റെ സുഖവിവരങ്ങൾ തിരക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്ന അവളുടെ മനസ്സിന് നിരാശ ബാധിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തനിക്കിനി സൂരജ് നൽകാൻ പോകുന്ന നോവിന്റെ കനലുകൾക്ക് അതൊരു തുടക്കം മാത്രമാണെന്ന് അപ്പോഴും അവൾ അറിഞ്ഞില്ല. കുട്ടികൾ രണ്ടും അവളുടെ അടുത്ത് ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുന്നത് കൊണ്ട് മറ്റൊന്നും ആലോചിക്കാൻ അവൾക്ക് സമയം കിട്ടിയിരുന്നില്ല. ഈ സമയം സത്യയുടെ മുഖത്തെ പാടുകൾ കൂടി കണ്ടതോടെ സൂരജ് വെറുപ്പോടെ അറപ്പോടെ മുഖം തിരിച്ചു. ആ നിമിഷം തന്നെ അവളുടെ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തുകൊണ്ട് നമ്പർ ബ്ലോക്ക് ചെയ്തു വിട്ടു. സത്യയുടെ പഴയ നമ്പറിൽ ഡി എവിടെയാ, വിളിക്കട്ടെ എന്നുള്ള ചില മെസ്സേജുകൾ ഒഴിച്ച് ഒരടുപ്പമുണ്ടെന്ന് തോന്നിക്കുന്ന എല്ലാം തന്നെ അവൻ റിമൂവ് ചെയ്തു വിട്ടു. മറ്റൊരാൾ തന്റെ ഫോൺ എടുത്താലും സത്യയുമായുള്ള ബന്ധത്തെ യാതൊരു വിധത്തിലും സംശയിക്കാതിരിക്കാൻ അവൻ വേണ്ടതൊക്കെ ചെയ്തു. അവളിനി തന്റെ ജീവിതത്തിൽ വേണ്ടെന്ന ഉറച്ച തീരുമാനത്തിൽ അവൻ എത്തിയിരുന്നു. നേട്ടങ്ങൾ മാത്രം മുന്നിൽ കണ്ടുള്ള ഒരു തീരുമാനത്തിൽ സുന്ദരിയായ ഒരു പെണ്ണ് തനിക്കായി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് മടിക്കുന്നത്? അവൻ എയർപോർട്ടിലിരുന്ന സമയത്താണ് കൃഷ്ണയെ വിളിച്ചത്. അപ്പോഴാണ് തന്റെ കരകയറ്റത്തിന് പിന്നിൽ അവളാണെന്ന് അവൻ അറിഞ്ഞത് തന്നെ. അവൻ അവളോട് തോന്നിയ വികാരങ്ങൾക്ക് പേരിടാൻ പോലും കഴിയുന്നില്ലായിരുന്നു. അവൻ അവളോട് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. അവളെല്ലാം അറിഞ്ഞെന്നും തന്നെ സംശയമില്ലെന്നും കേട്ടപ്പോൾ ജോലി പോയ കാര്യം അവൻ വെളിപ്പെടുത്തി. അത് തനിക്കറിയാമെന്നും താൻ കൂടെയുണ്ടെന്ന് പറഞ്ഞവൾ ആ നിമിഷം അവന് താങ്ങായി. എല്ലാം അറിഞ്ഞിട്ടും ഒരാളിങ്ങനെ കുറ്റപ്പെടുത്താതെ ഒട്ടി നിന്നാലുണ്ടാകുന്ന സുഖങ്ങൾ അവനും തോന്നി. ആ യാത്രയിൽ അവൻ മധുരമുള്ള പുതിയ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി. അത് സത്യക്കൊപ്പമല്ലായിരുന്നു എന്ന് മാത്രം. എയർപോർട്ടിൽ അവനെയും കാത്ത് അവളും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അവനിലത് അത്ഭുതം നിറച്ചിരുന്നു. മകളുടെ കാമുകൻ എന്ന മട്ടിലായിരുന്നില്ല രാധാകൃഷ്ണനും സുനിതയും അവനെ സ്വീകരിച്ചത്. മകളെ അത്രമേൽ സ്നേഹിക്കുന്ന ഒരു പിതാവിന്റെ പ്രവൃത്തിയായിട്ടേ അവൻ അതിനെ നോക്കിക്കണ്ടുള്ളൂ. ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ആദ്യമായിട്ടാണ് അവൻ കൃഷ്ണയെ കാണുന്നത്. കൃഷ്ണയോട് കരുതലോടെ ഇടപെടണം എന്നതുകൊണ്ട് തന്നെ ഒരുമിച്ചിരിക്കുമ്പോൾ മനോഹരമായ ഒരു പുഞ്ചിരി മാത്രമാണ് അവൻ അവൾക്ക് നൽകിയത്. എന്താ സൂരജിനൊരു മൗനം? സാധാരണ എന്നോട് നല്ലതുപോലെ സംസാരിക്കാറുണ്ടല്ലോ. ആദ്യമായി സ്നേഹിക്കുന്ന പെണ്ണിനെ നേരിട്ട് കാണുന്ന സന്തോഷമൊന്നും പ്രവൃത്തിയിലില്ലല്ലോ. അവരുടെ വീട്ടിലേക്കുള്ള യാത്രയിൽ സൂരജിന്റെ വിരലുകൾ പിടിച്ചുകൊണ്ട് അവന് കേൾക്കാവുന്ന രീതിയിൽ കൃഷ്ണ പറയുമ്പോൾ അവൻ അവളെ ഒന്ന് നോക്കി. ഒന്ന് തൊട്ട് തലോടിയാൽ നിന്നു തരുമെന്നാണോ ഈ സംസാരത്തിന്റെ അർത്ഥമെന്ന് അവൻ ചിന്തിച്ചിരുന്നപ്പോൾ അവൾ വീണ്ടും സംസാരം തുടർന്നു. അച്ഛൻ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് സൂരജിനെ ഇവിടെ എത്തിച്ചത്. ഇനിയിപ്പോ ഗൾഫിലേക്ക് പോകാൻ പറ്റില്ലെന്ന വിഷമമൊന്നും വേണ്ട. നാട്ടിലെന്തെങ്കിലും നോക്കാം, അതുപോലെ. സൂരജിന് മുന്നോട്ടെന്തെന്നറിയാത്ത മട്ടിൽ മൂളി. അവന്റെ സൗമ്യമായ വിഷാദം പൂണ്ട ഭാവം ഒരു പാവത്താനെ പോലെ തോന്നിച്ചിരുന്നു. കൃഷ്ണയ്ക്ക് അവനോട് ഒന്നുകൂടി സ്നേഹം തോന്നി. അന്നത്തെ ദേഷ്യഭാവവും ഇന്നത്തെ സൗമ്യഭാവവും അവൾ ചിരിയോടെ മനസ്സിൽ പടർത്തി. തനിക്ക് മുമ്പിൽ മെരുങ്ങി നിൽക്കുന്ന ഈ ഭാവം അവളെ ത്രസിപ്പിച്ചു. സൂരജ് എന്താ ഒന്നും മിണ്ടാത്തത്? രാധാകൃഷ്ണൻ വണ്ടി ഓടിക്കുന്നതിനിടയിൽ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അവൻ എന്തു മറുപടി നൽകണമെന്നറിയാതെ കൃഷ്ണയെ നോക്കി. ജോലിയുടെ കാര്യത്തിൽ ടെൻഷനാ അച്ഛാ. അതൊക്കെ നമുക്ക് ശരിയാക്കാമല്ലോ സൂരജേ. ഇതിപ്പോ വന്നതല്ലേ ഉള്ളൂ, ഒന്ന് റെസ്റ്റ് ചെയ്യ. എങ്ങനെയാ, വീട്ടിലോട്ടല്ലേ? അല്ല, അത് അവൻ മടിയോടെ പറഞ്ഞു. അമ്മയുമായി സൂരജ് അത്ര ചേർച്ചയിലല്ലെന്ന് മോള് പറഞ്ഞിരുന്നു. അല്ലെങ്കിലും ആൺകുട്ടികൾ വളർന്നു കഴിയുമ്പോൾ അമ്മമാരെ ആടാനും പാടാനും പോകുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. പറഞ്ഞിട്ട് അയാൾ തന്റെ ഭാര്യയെ നോക്കി. സുനിതയും ഭർത്താവിന്റെ അഭിപ്രായത്തെ ശരിവെച്ചു. അതിനു പിന്നിൽ അല്പം കുശുമ്പ് കൂടി ഉണ്ടായിരുന്നു. ഈ പ്രായത്തിലും സ്വാതന്ത്ര്യവും അഴകുള്ള ശരീരവും മുഖവും സ്വന്തമായുള്ള ഒരു സ്ത്രീയോടുള്ള അസൂയയും കുശുമ്പും. ഒന്ന് ചലിക്കാൻ വരെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കേണ്ടി വരുന്ന സാധാരണ വീട്ടമ്മയുടെ നിസ്സഹായത, തുളസിയെപ്പോലെ തനിച്ചു ജീവിക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ, അവരുടെ തന്റേടം കാണുമ്പോൾ അതൊരു കുശുമ്പും പരദൂഷണവുമായി പരിണമിക്കുകയാണ്. തൽക്കാലം ഞാൻ ഏതെങ്കിലും ഹോട്ടലിൽ നിന്നോളാമെങ്കിലേ, അവിടേക്കൊന്ന് ഇറക്കി തന്നാൽ മതി. സൂരജ് പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ രണ്ടാളും എതിർത്തു. എഞ്ചിനീയറായ ഭാവി മരുമകനെ അങ്ങനെ തള്ളിക്കളയാൻ അയാൾ ഒരുക്കമായിരുന്നില്ല.
അവന്റെ സൗമ്യതയും സംസാരത്തിലെ വിനയവും ഇഷ്ടം കൂട്ടിയതേയുള്ളൂ. മകൾക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലാകുന്ന വിധത്തിലായിരുന്നു അവർ അവനെ ചേർത്ത് നിർത്തിയത്. അതാവട്ടെ കൃഷ്ണയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം പകർന്നു. സൂരജിലൂടെ അവൾക്കും ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട പുരുഷനെ സ്വന്തമാക്കുക എന്നതിലപ്പുറം തീർത്ഥം ഡാൻസ് സ്കൂളിന്റെ മേധാവി എന്ന മോഹന സ്വപ്നം. അതേപോലെ മറ്റു ചില കണക്കുകൂട്ടലുകൾ അയാൾക്കും ഉണ്ടായിരുന്നു. അല്ലെങ്കിലും രാധാകൃഷ്ണൻ കൈവിട്ട കളികൾ കളിക്കാറില്ലെന്നറിയാവുന്ന ഭാര്യ അയാൾക്ക് ഏറാൻ മൂളിക്കൊണ്ടിരുന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. സൂരജ് നാട്ടിലെത്തിയിട്ടും വീട്ടിലേക്ക് പോകാതെ കൃഷ്ണയുടെ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് മറ്റൊരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ സമയം ഇരുവർക്കും ഇടയ്ക്കുള്ള ബന്ധവും വർദ്ധിച്ചിരുന്നു. മനസ്സിന്റെ ഏതോ കോണിലുള്ള അവിശ്വാസത്തെ നീക്കാനെന്നതുപോലെയാണ് അവൾ അവന്റെ ഫോൺ എടുത്ത് നോക്കിയത്. അന്ന് രാഹുൽ ഫോൺ വാങ്ങിയതിൽ പിന്നെ സൂരജിന്റെ വിളികൾ ലാൻഡ് ഫോണിലേക്കായതുകൊണ്ട് വാട്സപ്പ് ചാറ്റ് ലിസ്റ്റിൽ ഒരുപാട് താഴെ തന്നെയായിരുന്നു അവളുടെ പേര് കിടന്നത്. അത് കണ്ടപ്പോൾ തന്നെ കൃഷ്ണയിൽ ഒരു തണുപ്പ് നിറഞ്ഞു. വേഗത്തിൽ ഓപ്പൺ ചെയ്തപ്പോൾ മറ്റൊരു തരത്തിലുള്ള ചാറ്റും അവിടെ കാണാഞ്ഞത് അവളിൽ സന്തോഷം നിറച്ചു. പിന്നീട് അവൾ കോൾ ലിസ്റ്റ് നോക്കുമ്പോൾ ലാൻഡ് ഫോൺ നമ്പറാണ് കണ്ടത്. 1 മാസം മുമ്പ് വരെ എല്ലാ ദിവസങ്ങളിലും ലാൻഡ് ഫോണിലേക്ക് കോൾ പോയിരിക്കുന്നത് കണ്ട് അവളുടെ നെറ്റി ചുളിഞ്ഞു. തുടരും.